എല്ലാ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. ലീഡേഴ്സ് എന്ന സ്ഥാപനത്തിൻ്റെ ആദ്യത്തെ ഓൺലൈൻ ക്ലാസ്സാണ്. ഒരിക്കൽ കൂടി എല്ലാ വിദ്യാർത്ഥികൾക്കും നമസ്കാരം, സ്വാഗതം. ഇത് നമ്മൾ പഠിക്കുന്നത് കേരള പാഠാവലിയിലെ ഒന്നാമത്തെ ഭാഗത്തിൽ വരുന്ന കാലാതീതം കാവ്യവിസ്മയം എന്ന ഭാഗത്തിലെ ലക്ഷ്മണ സാന്ത്വനം എന്ന പാഠഭാഗമാണ്. ലക്ഷ്മണ സാന്ത്വനം എന്ന പാഠഭാഗത്തെ കുറിച്ച് പറയുമ്പോൾ അതിന്റെ കവി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. മലയാള ഭാഷയുടെ പിതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനാണ് ഈ പാഠഭാഗത്തിന്റെ രചയിതാവ്. ഒരു കാലഘട്ടത്തിൽ മലയാള ഭാഷ ശരിക്ക് ഒരു ഭാഷയില്ലാതെ മണിപ്രവാളത്തിന്റെയും പാട്ടുപ്രസ്ഥാനത്തിന്റെയും കൈവഴിയിൽ കുരുങ്ങിക്കിടന്നിരുന്ന സന്ദർഭത്തിൽ അതിൽ നിന്ന് നല്ല ആശയങ്ങൾ സ്വാംശീകരിച്ചുകൊണ്ട് മലയാള ഭാഷയ്ക്ക് തനതായിട്ടുള്ള രൂപം നൽകിയ കവി ശ്രേഷ്ഠനാണ് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ. അതുകൊണ്ടാണ് അദ്ദേഹത്തെ മലയാള ഭാഷയുടെ പിതാവ് എന്ന് നാം സ്നേഹപൂർവ്വം അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത്. അദ്ദേഹത്തിന്റെ അധ്യാത്മരാമായണം കിളിപ്പാട്ടിലെ അയോധ്യാകാന്ഡത്തിലെ വിച്ഛിന്നാഭിഷേകം എന്ന ഭാഗത്തിലെ ഒരു ചെറിയ ഒരു ഭാഗം മാത്രമാണ് ലക്ഷ്മണ സാന്ത്വനം. ഈ പാഠത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് അതിന്റെ കഥയെക്കുറിച്ച് നമ്മളൊന്ന് അറിയണം. എങ്ങനെയാണ് ഈ ലക്ഷ്മണനെ ശ്രീരാമചന്ദ്രൻ ഉപദേശിക്കുവാനുള്ള സാഹചര്യം ഉണ്ടായത്? ആ പാഠത്തിന്റെ തുടക്കത്തിൽ ഒരല്പം കൊടുത്തിട്ടുണ്ട്. ശ്രീരാമ പട്ടാഭിഷേകം മുടങ്ങി തറഞ്ഞ ലക്ഷ്മണൻ അത്യധികം കുപിതനായി എത്തുകയും അത് കണ്ടതിനു ശേഷം ശ്രീരാമചന്ദ്രൻ ലക്ഷ്മണനെ സമാശ്വസിപ്പിക്കുകയും ചെയ്താണ് പാഠഭാഗമെന്ന് ചെറിയ ഒരു വാചകമാനത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ എന്തുകൊണ്ടാണ് ശ്രീരാമന്റെ പട്ടാഭിഷേകം മുടങ്ങിയത്? അത് നമ്മൾ അറിഞ്ഞാൽ മാത്രമേ ഈ പാഠത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ. ശ്രീരാമചന്ദ്രനെ സംബന്ധിച്ച് അയോധ്യയിലെ മുഴുവൻ ആൾക്കാർക്ക്, ആബാലവൃദ്ധം ജനങ്ങൾക്കും ഏറ്റവും ഇഷ്ടമുള്ള രാജകുമാരനാണ് ശ്രീരാമചന്ദ്രൻ. ആ ശ്രീരാമചന്ദ്രന്റെ പട്ടാഭിഷേകം മുടങ്ങാനുള്ള കാരണം വളരെ വളരെ ലളിതമായി പറയുകയാണെങ്കിൽ ഒരു യുദ്ധകഥയിലേക്ക് നമ്മൾ പോകേണ്ടി വരും. ദശരഥൻ എന്ന് പറയുന്ന രാജാവിന് 3 ഭാര്യമാരാണുള്ളത്: കൈകേയി, കൗസല്യ, സുമിത്ര. അപ്പോ കൗസല്യ, കൈകേയി, സുമിത്ര, ഇതാണ് അതിന്റെ ഓർഡർ. ഒന്നാമത്തെ ആള് കൗസല്യ, രണ്ടാമത്തത് കൈകേയി, മൂന്നാമത്തത് സുമിത്ര. അങ്ങനെ 3 ഭാര്യമാർ ഇദ്ദേഹത്തിനുണ്ട്. ഒരിക്കല് ദേവാസുര യുദ്ധം നടക്കുന്നു. അത് ശംബരാസുരൻ എന്ന് പറയുന്ന ഒരു അസുരൻ ദേവന്മാരെ പൂർണ്ണമായിട്ടും പരാജയപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വലിയ യുദ്ധം നടത്തി. ആ യുദ്ധത്തിൽ ദേവേന്ദ്രന്റെ സ്ഥാനം നഷ്ടമാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അങ്ങനെ വന്നാൽ ദേവേന്ദ്രന്റെ സ്ഥാനം നഷ്ടപ്പെടുകയും ആ ദേവലോകത്തിന്റെ അധിപനായിട്ട് ശംബരാസുരൻ കടന്നു വരികയും ചെയ്യും. അങ്ങനെയാണെങ്കിൽ ആ അസുരന്റെ അതിക്രമങ്ങൾ കൊണ്ട് ഈ ലോകം മുഴുവൻ നശിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ പേടിച്ച് ഓടിയ നമ്മുടെ ദേവേന്ദ്രൻ നേരെ ബ്രഹ്മാവിന്റെ സമീപത്തേക്ക് ചെല്ലുന്നു. അങ്ങനെ ബ്രഹ്മാവിന്റെ അടുത്ത് നിന്ന് കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഉപദേശാനുസരണമാണ് ഭൂമിയിലെ ഏറ്റവും നല്ല പ്രഗത്ഭനായിട്ടുള്ള ചക്രവർത്തിയായിട്ടുള്ള നേമി എന്ന് പറയുന്ന രാജാവിനെ ദേവലോകത്തേക്ക് ശംബരാസുരനെ നേരിടാൻ വേണ്ടിയിട്ട് ക്ഷണിക്കുന്നു. രാജാവിന്റെ പേര് ശ്രദ്ധിച്ച് മനസ്സിലാക്കണം വിദ്യാർത്ഥികൾ. നേമി എന്നാണ്. ആ നേമി എന്ന രാജാവ് യുദ്ധത്തിലേക്ക് പോകുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഭാര്യമാർ, രണ്ടാമത്തെ ഭാര്യയെ കൂടെ കൊണ്ടുപോകുന്നുണ്ട്. ആ ദേവാസുര യുദ്ധത്തിൽ അതിഗംഭീരമായിട്ടുള്ള യുദ്ധം നടക്കുന്നു. നേമി എന്ന് പറയുന്ന രാജാവും ശംബരാസുരനും തമ്മിൽ അതിഭീകരമായിട്ടുള്ള യുദ്ധം നടക്കുന്നു. അത്ഭുത സിദ്ധികളുള്ള ശംബരാസുരൻ 10 ദിക്കുകളിൽ നിന്നും 10 രീതിയിൽ ഒരേ സമയത്ത് ആയുധങ്ങൾ പ്രയോഗിക്കാൻ തുടങ്ങിയപ്പോൾ ആ ആയുധങ്ങളെ നേരിടാൻ വേണ്ടി ശരിക്ക് സർക്കിൾ രൂപത്തിൽ തന്റെ രഥത്തെ പായിച്ചുകൊണ്ട് 10 ദിക്കിൽ നിന്നും വരുന്ന യുദ്ധതന്ത്രത്തെയും യുദ്ധത്തെയും, ഈ 10 ദിക്കിൽ നിന്നും വരുന്ന ആയുധത്തെയും
നേമി എന്ന് പറയുന്ന രാജാവ് വളരെ പ്രാഗൽഭ്യത്തോട് കൂടിയിട്ട് പ്രതിരോധിക്കാൻ തുടങ്ങി. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ തേർത്തടത്തിന്റെ അച്ചാണി ഇളകിപ്പോയി. തേർത്തട്ടും തേർത്തടവുമായിട്ട് ബന്ധിപ്പിക്കുന്ന അച്ചാണി ഇളകിപ്പോകുന്ന കാഴ്ച ഈ രാജാവിന്റെ ഭാര്യ തേർത്തടത്തിൽ നിന്നുകൊണ്ട് കാണുന്നുണ്ട്. അപ്പൊ ഏത് നിമിഷവും തന്റെ ഭർത്താവ് യുദ്ധത്തിൽ പരാജയനാകാനുള്ള സാധ്യതയുണ്ട്. കാരണം അച്ചാണി ഇളകിപ്പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും തേർത്തട്ടും തേർത്തടവുമായിട്ട് വേർവരിയും ഉടൻ തന്നെ ആള് മരണത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്, താഴെ വീണ്. ഇത് മനസ്സിലാക്കിയ രാജ്ഞി തന്റെ ചൂണ്ടാണി വിരൽ ആ അച്ചാണിയുടെ സ്ഥാനത്ത് വെക്കുകയും യുദ്ധം തീരുന്നതുവരെ അങ്ങനെ അച്ചാണിക്ക് പകരം തന്റെ ചൂണ്ടാണി വിരൽ കൊണ്ട്, അതായത് തന്റെ ജീവൻ കൊടുത്തുകൊണ്ട് തന്നെ തന്റെ ഭർത്താവിനെ സംരക്ഷിക്കുകയും ചെയ്തു. യുദ്ധം തീർന്നു, ശബരാസിനെ വധിച്ചു. വിജയശ്രീലാളിതനായിട്ട് ആ ഇരിക്കുന്ന നേമി എന്ന രാജാവ് പിന്നീട് കാര്യങ്ങൾ മനസ്സിലാക്കുന്നു. കാരണം യുദ്ധത്തിന്റെ അന്തിമഘട്ടത്തിൽ തന്നെ സഹായിച്ചത് തന്റെ പ്രിയ പത്നിയായിട്ടുള്ള കൈകേയിയാണ് എന്ന് മനസ്സിലാക്കുന്നു. അങ്ങനെ അവിടെ വെച്ച് തന്നെ അദ്ദേഹം ഭാര്യയോട് 2 വരങ്ങൾ ചോദിക്കുന്നു. എന്നാൽ ആ സന്ദർഭത്തിൽ അവൾ പറയുന്നത്, രാജ്ഞി പറയുന്നത്, ഇപ്പോൾ എനിക്ക് ഒരു വരവും വേണ്ട, സമയമാകുമ്പോൾ ഞാൻ ചോദിച്ചു കൊള്ളാം. അങ്ങനെ തിരിച്ച് ഭൂമിയിലേക്ക് വരുന്നു. അപ്പൊ നേമി എന്ന് പറയുന്ന രാജാവ് ശംബരാസുരനുമായിട്ടുള്ള യുദ്ധത്തിൽ 10 ദിക്കിൽ നിന്നും ഒരേ സമയത്ത് വന്ന ആയുധങ്ങളെ നേരിടാൻ ശേഷിയുള്ള ആളായതുകൊണ്ടാണ് ദശരഥൻ എന്ന പേര് അദ്ദേഹത്തിന് ലഭിച്ചത്. അപ്പൊ ദശരഥൻ എന്ന മഹാരാജാവിന്റെ യഥാർത്ഥ നാമധേയം നേമി എന്നായിരുന്നു. എങ്ങനെയാണ് നേമി എന്ന പേര് മാറി ദശരഥൻ എന്ന പേര് വന്നത് എന്ന് കൂട്ടുകാർ മനസ്സിലാക്കണം. തീർച്ചയായിട്ടും എങ്ങനെയാണ് ഞാൻ കഥ പറഞ്ഞു, ആ കഥയ്ക്കകത്ത് ഞാൻ പറഞ്ഞ രാജാവിന്റെ പേര് ഓർമ്മയുണ്ടല്ലോ കൂട്ടുകാർക്ക്? നേമി എന്നാണ്. കാരണം ഒരേ സമയത്ത് 10 ദിക്കിൽ, ദശം എന്നാൽ 10, ദശരഥൻ എന്ന് വെച്ചാൽ 10 ദിക്കിൽ നിന്നും യുദ്ധം ചെയ്തു വന്ന ആളിനെ തന്റെ രഥത്തിലിരുന്നു കൊണ്ട് യുദ്ധം ചെയ്ത് തോൽപ്പിക്കാൻ ശേഷിയുള്ളവൻ എന്ന അർത്ഥത്തിലാണ് ദശരഥൻ എന്ന പേര് അദ്ദേഹത്തിന് സ്വീകരിച്ചത്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ലഭിച്ചത്. അപ്പോ നേമി എന്ന രാജാവാണ് ദശരഥൻ എന്ന പേരിലേക്ക് മാറുന്നത്. അപ്പൊ ഒന്നാമത്തെ ചോദ്യം കൂട്ടുകാർ മനസ്സിലാക്കുക, ദശരഥൻ എന്ന മഹാരാജാവിന്റെ പൂർവ്വനാമം എന്തായിരുന്നു? ഉത്തരം അറിയാലോ എല്ലാവർക്കും? ഓക്കെ, ദശരഥൻ എന്ന രാജാവിന്റെ പൂർവ്വനാമം എന്താണ്? എസ്, നേമി എന്നാണ്. ഓക്കെ, അപ്പൊ ഇത് നമ്മൾ മനസ്സിലാക്കി വെക്കുക, ഒരു കാരണവശാലും മറന്നു പോകരുത്. അയോധ്യയിലെ ഏറ്റവും പ്രിയങ്കരനായിട്ടുള്ള ശ്രീരാമചന്ദ്രനെ യുവരാജാവായി അഭിഷേകം ചെയ്യാൻ വേണ്ടിയിട്ട് ദശരഥ മഹാരാജാവ് തീരുമാനിച്ചു. അങ്ങനെ ആ ഒരു തീരുമാനം വരുന്ന സന്ദർഭത്തിൽ കൗസല്യയെ പോലെ തന്നെ കൈകേയിയും അതീവ സന്തോഷമായി. കാരണം ഞങ്ങളുടെ മൂത്ത മകൻ, അതായത് നമ്മുടെ സ്വന്തം മകൻ എന്ന രീതിയിലാണ് അവർ കണക്കാക്കുന്നത്. എന്നാൽ കൈകേയിയോടൊപ്പം ഈ രാജകൊട്ടാരത്തിലേക്ക് വന്ന തോഴിയായ മന്ദര ഈ വരത്തെക്കുറിച്ച് കൈകേയിക്ക് ഓതി കൊടുക്കുകയും ആ മന്ദരയുടെ വാക്കിന്റെ അടിസ്ഥാനത്തിൽ ദശരഥനോട് ഈ 2 വരം ആവശ്യപ്പെടുകയുമാണ് ഉണ്ടായത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ആ വരം വളരെ ഒരു തീച്ചൂള പോലെയായി തീർന്നത്. ഒന്ന്, 14 സംവത്സരം രാമൻ കാട്ടിൽ വസിക്കണമെന്നുള്ളതായിരുന്നു. 2, തന്റെ മകനായിട്ടുള്ള ഭരതൻ യുവരാജാവായിട്ട് വാഴണം. അപ്പൊ ഒന്നാമത്തെ വരം യുവരാജാവായിട്ട് തന്റെ മകൻ ഭരതനെ വാഴിക്കണം. 2, ആ അയോധ്യയിലെ ഏറ്റവും പ്രിയങ്കരനായിട്ടുള്ള ശ്രീരാമചന്ദ്രനെ 14 സംവത്സരം കാട്ടിലേക്ക് അയക്കണം, വനവാസത്തിന് അയക്കണം. അപ്പൊ ഇതാണ് യഥാർത്ഥത്തിലുള്ള ചോദ്യം. ഇങ്ങനെ വന്ന സന്ദർഭത്തിലാണ് സ്വാഭാവികമായിട്ടും ഈ കൈകേയിയുടെ ഈ ആവശ്യം മറ്റ് ഗത്യന്തരമില്ലാതെ അംഗീകരിക്കേണ്ടി വന്ന ദശരഥ മഹാരാജാവ് കടലിനും ചെകുത്താനും കടലിനും ഇടയ്ക്കായി എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തി. അത് അംഗീകരിച്ചു എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് ക്രോധാക്രാന്തനായിട്ട് നമ്മുടെ ലക്ഷ്മണൻ വരുന്നത്. സ്വന്തം പിതാവായിട്ടുള്ള ദശരഥ മഹാരാജാവിനെ കൊന്നിട്ടാണെങ്കിലും ശ്രീരാമചന്ദ്രന്റെ പട്ടാഭിഷേകം നടത്തും എന്ന വാശിയിൽ അത്രയും ക്രോധാന്ധനായി ആ തന്റെ മുന്നിലേക്ക് വരുന്ന ലക്ഷ്മണനെ സമാധാനിപ്പിക്കാൻ വേണ്ടി ശ്രീരാമചന്ദ്രൻ ശ്രമിക്കുന്ന ഭാഗമാണ്
ലക്ഷ്മണ സാന്ത്വനം എന്ന് പറയുന്ന ഈ പാഠഭാഗം. ഇനി കൂട്ടുകാര് പുസ്തകം എല്ലാവരും എടുത്ത് നിവർത്തി വയ്ക്കുക. ആ പുസ്തകത്തിലേക്ക് നിങ്ങൾ ശ്രദ്ധിക്കുക. അതിൽ നിന്ന് നമ്മൾ കുറച്ച് ഭാഗം ഇത് നിങ്ങളെ ഞാനൊന്ന് പഠിപ്പിക്കും. അപ്പോൾ ആദ്യം പദ്യം നമ്മൾ പഠിക്കുന്നത് സ്വാഭാവികമായിട്ടും ചൊല്ലിയാണ്. അപ്പോൾ വലിയ താളബോധമില്ലെങ്കിലും അറിയാവുന്ന രീതിയിൽ ഞാൻ ആ പദ്യം ഒന്ന് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാം. വത്സ സൗമിത്രേ കുമാര നീ കേൾക്കണം, മത്സരാദ്യം വെടിഞ്ഞെന്നുടെ വാക്കുകൾ. നിന്നുടെ തത്വം അറിഞ്ഞിരിക്കുന്നതു മുന്നമേ ഞാനെടോ നിന്നുള്ളിലെപ്പോഴും. എന്നെ കുറിച്ചുള്ള വാത്സല്യപൂരവും നിന്നോളമില്ല മറ്റാർക്കുമെന്നുള്ളതും. നിന്നാൽ അസാധ്യമായില്ലൊരു കർമ്മവും നിർണയമെങ്കിലും ഒന്നിതു കേൾക്ക നീ. ദൃശ്യമായുള്ളൊരു രാജ്യദേഹാദിയും വിശ്വവും നിശേഷധാന്യധനാദിയും സത്യമെന്നാകിലേ തൽപ്രയാസം തവ യുക്തമല്ലായിൽ അതെന്തതിനാൽ ഫലം. നോക്കാം. വത്സ സൗമിത്രേ കുമാര നീ കേൾക്കണം, മത്സരാദ്യം വെടിഞ്ഞ് എന്നുടെ വാക്കുകൾ. വളരെയധികം ക്രോധനായിട്ട് സ്വന്തം പിതാവിനെ പോലും കൊന്നിട്ടാണെങ്കിലും ജ്യേഷ്ഠന്റെ പട്ടാഭിഷേകം നടത്തുമെന്ന് പറഞ്ഞുകൊണ്ട് അത്രയും ക്രോധത്തോടു കൂടി വരുന്ന, ഉറഞ്ഞു തുള്ളി വരുന്ന ലക്ഷ്മണനെ ശ്രീരാമചന്ദ്രൻ എങ്ങനെയാണ് തന്റെ മുന്നിലേക്ക് വരുമ്പോൾ കൈകാര്യം ചെയ്യുന്നത് നമ്മൾ നോക്കണം. വളരെയധികം ക്രോധം നമുക്ക് ഒരുപാട് ദ്രോഹം നമുക്കുണ്ടാക്കുന്നുണ്ട്. അപ്പൊ അത്രയും ക്രോധമായി വരുന്ന ഒരു വ്യക്തിയെ എങ്ങനെ സമാശ്വസിപ്പിക്കണം എന്നതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് ഈ പാഠഭാഗം. അങ്ങനെ ക്രോധമായിട്ട് വരുന്ന ഈ വ്യക്തിയോട്, ലക്ഷ്മണനോട് അതെന്താ ചെയ്യുന്നത്? അദ്ദേഹം പറയുന്നത് എന്താണ്? വത്സ സൗമിത്ര കുമാര. വളരെ വളരെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ശ്രീരാമചന്ദ്രൻ പറയാണ്, വത്സ സൗമിത്രേ കുമാര. സൗമിത്രയുടെ ഏറ്റവും പ്രിയപുത്രനായിട്ടുള്ള അല്ലയോ ലക്ഷ്മണകുമാര, നീ കേൾക്കണം. എന്താണ്? ഞാൻ പറയുന്ന വാക്കുകൾ എങ്ങനെ? മത്സരാദ്യം വെടിഞ്ഞ് എന്നോട് വാക്കുകൾ. നിന്റെ മനസ്സിനകത്ത് ആദ്യം നീ ഒഴിവാക്കേണ്ടത്, നിന്റെ മനസ്സിനകത്തുള്ള മതമാത്സര്യങ്ങൾ നീ ഒഴിവാക്കണം. ആ മതമാത്സര്യങ്ങൾ ഒഴിവാക്കിയിട്ട് അല്ലയോ പ്രിയപ്പെട്ട സുമിത്രയുടെ കുമാര നീ കേൾക്കണം. എനിക്ക് ഏറ്റവും പ്രിയങ്കരനായിട്ടുള്ള ലക്ഷ്മണകുമാര, ഞാൻ പറയുന്നത് നീ കേൾക്കണം. നിന്നുടെ തത്വം അറിഞ്ഞിരിക്കുന്നത് മുന്നമേ ഞാനിടും. നിന്നുടെ തത്വം എന്താ തത്വം? നിന്റെ പൂർണ്ണമായിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മുന്നമേ, നേരത്തെ തന്നെ എനിക്കറിയാം. നീ ആരാണ് എന്നുള്ള കാര്യം എനിക്ക് നേരത്തെ അറിയാം. അതുകൊണ്ട് മാത്രമല്ല, നിന്റെ ഉള്ളില് നിന്റെ മനസ്സിനകത്ത് എന്നെ കുറിച്ചുള്ള വാത്സല്യപൂരം, എന്നോടുള്ള സ്നേഹം എത്രമാത്രം ഉണ്ടെന്നും നിന്നെ പോലെ മറ്റാർക്കും എന്നോട് ഇത്രയധികം സ്നേഹമില്ല എന്നുള്ള കാര്യവും എനിക്ക് വ്യക്തമായിട്ട് അറിയാം. മാത്രമല്ല, നിന്നാൽ അസാധ്യമായുള്ളൊരു കർമ്മവും, നിന്നെ കൊണ്ട് സാധിക്കാത്തതായിട്ട് ഒരു കർമ്മം, ഒരു അസാധ്യം, സാധിക്കാൻ കഴിയാത്തതായിട്ടുള്ള ഒരു കർത്തവ്യവും ഇല്ല. എല്ലാം നിനക്ക് സാധിക്കും. ഈ ലോകത്ത് എന്ത് സാധിക്കണമെങ്കിലും നിന്നെ കൊണ്ട് സാധിക്കും. നിർണയം അത് തീർച്ചയാണ്. നിർണയം തീർച്ചയാണ്. എങ്കിലും എന്ത് ചെയ്യുക? ഒന്നത് കേൾക്ക നീ ഞാൻ പറയുന്ന ഒരു കാര്യം നീ കേൾക്കണം. നമ്മൾ അവിടെ ആ ഭാഗത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിന്നുടെ തത്വം അറിഞ്ഞിരിക്കുന്നത് മുന്നമേ ഞാനിടും. നിന്നുടെ തത്വം എന്താ? തത്വം എന്ന് പറഞ്ഞാല് നിന്നെ കുറിച്ചുള്ള കാര്യങ്ങൾ എന്നാണ്. അല്ലെ, മുന്നമേ നേരത്തെ അറിഞ്ഞിരിക്കുന്നു എന്ന് പറയുന്നു. അല്ലെ, പറഞ്ഞത് ശ്രീരാമചന്ദ്രനാണ്. ആരാ ശ്രീരാമചന്ദ്രൻ? വൈകുണ്ഠനാഥനാണ്. വൈകുണ്ഠനാഥൻ എന്ന് പറയുന്നത് വിഷ്ണുവിന്റെ അവതാരങ്ങളിൽ ഒന്നാണ്. വിഷ്ണുവിന്റെ ദശാവതാരങ്ങളിൽ ഒന്നാണ് ആര്? രാമൻ. അപ്പൊ അതേപോലെ തന്നെ നിന്റെ തത്വം അത് പൗരാണികമായിട്ടുള്ള കാര്യത്തിലേക്ക് നമ്മൾ പോകണം. പൗരാണിക തലത്തിലുള്ള അർത്ഥത്തിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ വാച്യമായി കാണുന്ന അർത്ഥത്തിന് പുറമെ അതിന്റെ പൗരാണിക തലത്തിലേക്ക് നമ്മൾ അതിന്റെ അർത്ഥത്തിലേക്ക് കൊണ്ടു ചെല്ലണം. കാരണം എന്തെന്ന് ചോദിച്ചാല്, ശ്രീരാമചന്ദ്രൻ വിഷ്ണുവിന്റെ അവതാരമാണെങ്കിൽ അതുപോലെ തന്നെ അനന്തന്റെ അവതാരമാണ് ആരെന്ന് പറയുന്നത്? ലക്ഷ്മണൻ. അതാണ് പറഞ്ഞത്, ലക്ഷ്മണൻ അറിയില്ലെങ്കിൽ നിന്നെ കുറിച്ച് തന്നെ, നിന്റെ ജനനത്തെ കുറിച്ച് പോലും എനിക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. അല്ലയോ ലക്ഷ്മണ, നിന്റെ ജനനം അത് പൗരാണികമായിട്ടുള്ള കാര്യമാണ്, അതെനിക്ക് അറിയാം. കാരണം അനന്തൻ എന്ന ആ ജന്മത്തിൽ നിന്നുകൊണ്ടാണ്, അല്ലെങ്കിൽ അനന്തനാണ്
ഈ ജന്മത്തിൽ എന്തായി വന്നിരിക്കുന്നത്? ലക്ഷ്മണനായിട്ട് ശ്രീരാമചന്ദ്രന്റെ നിഴൽ രൂപമായിട്ട് വന്നിരിക്കുന്നത്. അതാണ് ഞാൻ പറയുന്നത്, പൗരാണികമായിട്ടുള്ള അർത്ഥത്തിലേക്ക് ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞത്. അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മൾ എന്താണ്, ക്രോധാന്തനായിട്ട് വരുന്ന ലക്ഷ്മണനെ ഏത് തരത്തിലാണ് ശ്രീരാമചന്ദ്രൻ കൈകാര്യം ചെയ്യുന്നത്? തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ പൗരാണികമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കിക്കൊണ്ടാണ് അദ്ദേഹത്തെ അതിനു വേണ്ടിയിട്ട് ആ ഉദ്യമത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടി ശ്രീരാമചന്ദ്രൻ ശ്രമിക്കുന്നത്. ഇപ്പൊ നമ്മള് ഈ ഒരു ഭാഗം നിങ്ങൾ കൃത്യമായിട്ട് പുസ്തകം വായിച്ച് അത് മനസ്സിലാക്കുകയും ഞാൻ ഈ പറഞ്ഞ പാഠഭാഗത്തിന്റെ വിശദീകരണം എന്തെങ്കിലും മനസ്സിലാകാതെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് നിങ്ങൾ അറിയിക്കുകയും വേണം ഗ്രൂപ്പിൽ. ഇന്നത്തെ നമ്മുടെ ഈ ക്ലാസ്സിൽ ഇത്രയും ഭാഗം മാത്രമേ എടുക്കുന്നുള്ളൂ. അതിൽ പ്രധാനപ്പെട്ട പോയിന്റ് ആണ് നിന്നോട് തത്വം അറിഞ്ഞിരിക്കുന്നത്. തത്വം എന്ന വാക്ക് പൗരാണികമായിട്ടുള്ള കാര്യം എന്താണെന്നതിനെ കുറിച്ച് വിശദീകരിച്ചിട്ടുണ്ട്. ഈ കാര്യങ്ങൾ വളരെ വ്യക്തമായി തന്നെ നിങ്ങൾ വായിച്ച് മനസ്സിലാക്കിയതിനു ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ടും നമ്മുടെ ഗ്രൂപ്പിലൂടെ തന്നെ അത് ചോദിക്കുക. അതിന് മറുപടി, അതിന്റെ ആൻസറുകളും നിങ്ങൾക്ക് കൃത്യമായിട്ടും തരുന്നതായിരിക്കും. നമസ്കാരം.